അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് തക്കാളി ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഒരു തക്കാളി കുറച്ചധികം വാങ്ങി, നേരത്തെ ഉണ്ടാക്കിയിരുന്നു, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ച് അധികം വാങ്ങി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഏതായാലും സ്കൂളൊക്കെ കൂട്ടി നിൽക്കാൻ ലീവിലല്ലേ, അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. നേരത്തെ ഉണ്ടാക്കിയിരുന്നു, ഉസാറായിരുന്നു, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ തക്കാളി അതൊന്ന് കേക്ക് എടുക്കാം. ഓക്കെ, അത് തക്കാളി തിളപ്പിച്ചാൽ നമുക്ക് ഇതിന് ഏലക്കായ് പട്ട ഇതൊക്കെ ഇട്ട് ആദ്യം തിളപ്പിച്ചണം. തിളപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് മിക്സിയിലിട്ട് അരിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണിയിലാണ് നമ്മൾ തോന്നിക്കുന്നത്. അപ്പോൾ കുറച്ച് പുകയൊക്കെ ഉണ്ട്, ഗ്യാസ് കമ്മിയില്ല. അപ്പോൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുപ്പിൽ തീയോട്ട് ഇപ്പോൾ റെഡിയാക്കി തിളച്ച് കിട്ടിയാൽ റെഡിയായി. അത്രേ ഉള്ളൂ ഇതിന് വേവ്. ഓക്കെ, തിളക്കണ്ട. തള തുടങ്ങിയാണ്. ഒരു 10 മിനിറ്റ് കൂടി കടന്നാൽ മതിയോ? സോസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒറിജിനൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സോസ്. ഇനി നമുക്ക് ബോട്ടിലാക്കണം. ഓക്കെ, ഒക്കെ ബോട്ടിലാക്കി വെച്ചു. ഇത് ഞാൻ നേരത്തെ വാങ്ങിയ ബോട്ടിലാണ്. ഇത് ദിവസം ഓരോന്ന് വേണ്ടിന്. അപ്പോൾ 5 ബോട്ടിലായിട്ട് ഉണ്ടാക്കിയപ്പോൾ 100 റുപ്യേൻ്റെ തക്കാളിയായിരുന്നു. 5 ബോട്ടിൽ ഇത് കിട്ടിയില്ലേ, 68 റുപ്യ ഒന്നിന് വില വരും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ. അത് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, എല്ലാവരും ശ്രമിച്ച് നോക്കാം.